ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിൽ മുട്ട കൊണ്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച കോഴിമുട്ടയാണ്. ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോഴിമുട്ട പൊട്ടിച്ച് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഓംലെറ്റ് ഒന്ന് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടുമേ. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. വിസ്ക് വെച്ചാകുമ്പം കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാമേ. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാമേ. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇതെല്ലാം കൂടെ ആദ്യം ഫസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ വീണ്ടും ചേർക്കേണ്ടി വരും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഓംലെറ്റിനകത്ത് തേങ്ങ ചേർത്താണ് എടുക്കാറ്. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാമേ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പാലും ഒക്കെ ചേർത്തപ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.